നമസ്കാരം. ഐറിഷ് വനിതയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൊവ്വാഴ്ച അയർലൻഡിൽ ബജറ്റ് പ്രഖ്യാപിക്കുന്നു. ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ബജറ്റ് ഗവൺമെന്റ് പാസ്സാക്കുന്നത്. എന്തൊക്കെയാണ് അതിലെ ആനുകൂല്യങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പകർച്ചവ്യാധി അതായത് കോവിഡ്-19 ഏറ്റവും കൂടുതൽ ബാധിച്ച മേഖലകൾക്കായിരിക്കും കാര്യമായ ആനുകൂല്യങ്ങൾ ഈ ബജറ്റിലൂടെ ലഭിക്കുക. കോവിഡ്-19 പാൻഡമിക് നശിപ്പിച്ച വ്യവസായത്തിന് കഴിവുകൾ നിലനിർത്തുകയും വ്യവസായത്തിന് ഒരു ലൈഫ് ലൈൻ നൽകുകയും ചെയ്യുകയാണ് പുതിയ ബജറ്റിന്റെ ലക്ഷ്യമെന്നും ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ബജറ്റിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ പ്രതീക്ഷിക്കാം. ഒന്നാമതായി തന്നെ ഈ ബജറ്റിൽ ടൂറിസം സെക്ടറിനായിരിക്കും ഹൈ പ്രിഫറൻസ്. അവർക്ക് കൊടുക്കുന്ന ഹൈ പ്രിഫറൻസ് എന്ന് പറയുന്നത് വാറ്റ് റിഡക്ഷൻ തന്നെയായിരിക്കും. അവരോടൊപ്പം തന്നെ റെസ്റ്റോറന്റ്, ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി സെക്ടർ ഇവർക്കെല്ലാം ഗുണകരമായ രീതിയിലായിരിക്കും ചൊവ്വാഴ്ചത്തെ ബജറ്റ്. രണ്ടാമതായി ചൊവ്വാഴ്ചത്തെ ബജറ്റിൽ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 15,000 റീട്രെയിനിങ് സ്ഥലങ്ങളുടെ വർധനവുണ്ടാകും. പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ ലക്ഷ്യമിട്ടായിരിക്കും ഈ വർധനവ്. അതുപോലെ എംപ്ലോയീസിന്റെ കാര്യമെടുത്താൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരെ സഹായിക്കുന്നതിന് കൂടുതൽ ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ നാലാമതായി ടാക്സി ഡ്രൈവർമാർക്ക് സ്ക്രാപ്പേജ് സ്കീമിലെ മെച്ചപ്പെടുത്തലുകൾക്കൊപ്പം തന്നെ ലൈസൻസ് പുതുക്കൽ ഫീസും ഇനിയും തീരുമാനിച്ചിട്ടില്ലാത്ത മറ്റ് ചില നടപടികളൊക്കെ ഒഴിവാക്കുമെന്നാണ് പറയുന്നത്. ഈ പുതിയ ബജറ്റിലൂടെ അവർക്കുള്ള ഈ ഫൈന്, പെനാൽറ്റി, ഒരുപാട് ഫീസൊക്കെ അവർക്കുണ്ട്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും പുതിയ ബജറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അഞ്ചാമതായി സോഷ്യൽ വെൽഫെയർ വിഭാഗത്തിൽ ലിവിംഗ് അലോൺ അലവൻസിനായി ആഴ്ചയിൽ €5 കൂടി ഇന്ധന അലവൻസിൽ വർധനയുണ്ടാകും. അതൊരു വലിയ കാര്യം തന്നെയാണ്. €5 കൂടി ഇന്ധന അലവൻസിൽ ലിവിംഗ് അലവൻസ് ആയിട്ട് വർധനയുണ്ടാകും. ആറാമതായി €10 ലക്ഷം ഈ ബജറ്റിൽ ലൈവ് മ്യൂസിക് ആൻഡ് എന്റർടൈൻമെന്റിനും ഒരുപാട് പ്രാധാന്യം നൽകും. അവർക്കും ഗുണകരമായ രീതിയിലായിരിക്കും ഈ ബജറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഏഴാമതായി വെന്യൂകൾക്ക് കുറഞ്ഞത് €10,000 വരെ ഗ്രാന്റ് ലഭിക്കും. സാമൂഹിക അകലം കാരണം ഒരുപാട് ടിക്കറ്റ് വിൽപ്പനയിൽ കുറവ് വന്നതിനാൽ ഇവർക്ക് സബ്സിഡി നൽകാനായിട്ട് €10,000 ഗ്രാന്റ് വെന്യൂകൾക്ക് കൊടുക്കാനാണ് ഗവൺമെന്റ് തീരുമാനം. ഈ ബജറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫണ്ടായിട്ടുള്ള മ്യൂസിക് ക്രിയേഷൻ ഫണ്ട്, ഈ ഫണ്ടിനൊപ്പം തന്നെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഷോകൾ നടത്തുന്നതിന് ചെറിയ പാക്കേജുകളും ഉണ്ടാകും. പലതരത്തിലുള്ള ഷോകൾ അവർക്ക് കണ്ടക്ട് ചെയ്യുന്നതിനായിട്ടുള്ള ചെറിയ പാക്കേജുകളും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം എല്ലാ മേഖലകളെയും കവർ ചെയ്തുകൊണ്ടായിരിക്കും ഈ പുതിയ ബജറ്റ് പ്രഖ്യാപനം ഉണ്ടാവുക. ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ഈ ബജറ്റിലുണ്ട്. €10 ലക്ഷം ഈ ബജറ്റിന്റെ അവരുടെ ടോട്ടൽ എമൗണ്ട്. അതിൽ നിന്നായിരിക്കും ഡിവൈഡ് ചെയ്ത് എല്ലാ മേഖലകളും കൊടുക്കുക. അതിൽ ടോപ്പ് പ്രിഫറൻസ് ടൂറിസം സെക്ടറിന് തന്നെയായിരിക്കും. തൊട്ടു പിറകെ തന്നെ റെസ്റ്റോറന്റ്, ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി സെക്ടറുകൾക്കും ഗുണകരമായ രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് ഇവർക്ക് വരുന്ന ഗുണകരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാറ്റ് റിഡക്ഷനാണ്. വാല്യൂ ആഡഡ് ടാക്സിൽ ഉണ്ടാവുന്ന റിഡക്ഷൻ ആയിരിക്കും ഇവർക്ക് കിട്ടുന്ന ഗുണകരമായ ആനുകൂല്യം. ഉന്നത വിദ്യാഭ്യാസത്തിനും ഒരുപാട് പാക്കേജുകളുണ്ട്. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പാക്കേജുകളുണ്ട്. ടാക്സി ഡ്രൈവർമാർക്ക് പലതരത്തിലുള്ള ഇളവുകൾ, അവരുടെ പെനാൽറ്റി, ഫൈൻ, അവരുടെ ഫീസുകൾ, ഇതിലൊക്കെയുള്ള ഇളവുകളുണ്ട്. സോഷ്യൽ വെൽഫെയർ വകുപ്പിനും അവർക്ക് €5 വരെ കൂട്ടി ഇന്ധന അലവൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവ് മ്യൂസിക് ആൻഡ് എന്റർടൈൻമെന്റ് സെക്ടറിലും അവിടെയും പ്രയോജനകരമായ രീതിയിലാണ് ബജറ്റ് വരാനിരിക്കുന്നത്. അതുപോലെ വെന്യൂകൾക്ക് വരുമാനമൊന്നും ഇല്ലാതെ ഇരിക്കുന്നതിനാൽ അവർക്ക് ഗ്രാന്റുകളുണ്ട്. സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ അവർക്കുള്ള നല്ല നല്ല പാക്കേജുകളും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ബജറ്റ് ഒരു നല്ല ബജറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഗുണകരമായ ബജറ്റ്, അവിടെയുള്ള ആൾക്കാർക്ക് ടോട്ടൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബജറ്റ് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി www.irishvanitha.com സന്ദർശിക്കുക. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. നന്ദി.